സർക്കാർ സഹായത്തിൽ നന്ദി രേഖപ്പെടുത്തി ജോയിയുടെ മാതാവും സഹോദരിമാരും. മുഖ്യമന്ത്രിയുടെ 10 ലക്ഷം രൂപയുടെ ധനസഹായവും നഗരസഭ വീട് വെച്ച് നൽകാമെന്ന് അറിയിച്ചതിലും നന്ദിയുണ്ടെന്ന് ജോയിയുടെ കുടുംബാംഗങ്ങൾ കൈരളി ന്യൂസിനോട് പറഞ്ഞു. റെയിൽവേ അവഗണനയ്ക്കെതിരെയും ബന്ധുക്കൾ പ്രതികരിച്ചു. ഇന്ത്യൻ റെയിൽവേ അവഗണിച്ചപ്പോഴും സംസ്ഥാന സർക്കാർ കൈവിട്ടില്ല. അതിന് നന്ദി രേഖപ്പെടുത്തുകയാണ് ജോയിയുടെ അമ്മയും സഹോദരിമാരും. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ധനസഹായം പ്രഖ്യാപിച്ചത് അമ്മയ്ക്ക് കൊടുക്കണം. അതിൽ നന്ദി സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. അതോടൊപ്പം നഗരസഭയും വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് സ്ഥലമില്ല. അമ്മയ്ക്ക് വാഹന സൗകര്യമുള്ളൊരു സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചതിലും ഞങ്ങൾ നന്ദി സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. പിന്നെ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. ആങ്ങളുടെ മകന് ഒരു ജോലി കൊടുക്കണവന്. അമ്മാമ്മയെ നോക്കേണ്ടത് അവനാണ്. MLA പറഞ്ഞ വാക്ക് MLA പാലിച്ചു. സർക്കാരും ധനസഹായം പ്രഖ്യാപിച്ചു. അദ്ദേഹത്തോടും സർക്കാരിനോട് നന്ദിയുണ്ട്. റെയിൽവേയുടെ അവഗണനയ്ക്കെതിരെയും ബന്ധുക്കൾ പ്രതികരിച്ചു. റെയിൽവേ അടിയന്തരമായി സഹായം അനുവദിക്കണമെന്ന് ജോയിയുടെ സഹോദരപുത്രൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. നല്ല രീതിയിൽ സഹായിച്ചു. എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു പറഞ്ഞ ആ വാക്ക് പാലിച്ചു. പിന്നെ നമ്മുടെ സർക്കാരിനും നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. എല്ലാ കാര്യത്തിനും കൂടെ നിന്നതിനും നന്ദിയുണ്ട്. എല്ലാ കാര്യത്തിനും സഹായിച്ചതിനും. പിന്നെ റെയിൽവേ ഇതുവരെ ഒരു തീരുമാനം ഒന്നും അറിയിച്ചിട്ടില്ല. അപ്പോൾ അത് റെയിൽവേയിൽ ഒരു ജോലിയും ഒരു സാമ്പത്തിക സഹായവും നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.